കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പേ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു വർക്ക് സൈറ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീട് വരും ദിവസങ്ങളിൽ തിയേറ്ററുകൾ ഇളക്കി മറിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയുടെ ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ. എന്നാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ അതല്ല, മറിച്ച് നമുക്ക് റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഒരുപാട് എൻക്വയറീസ് പോണ്ടിച്ചേരി പെബിൾസും അതുപോലെ തന്നെ പേൾ ഗ്രാസും ചോദിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതിനൊപ്പം തന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങളാണ് പോണ്ടിച്ചേരി പെബിൾസ് ചെയ്യുന്നതിന് മുൻപേ എങ്ങനെയാണ് നമ്മൾ വീഡ് മാറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ബ്രീഫായിട്ടൊന്ന് പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 85 GSM വരുന്ന UV സ്റ്റെബിലൈസ്ഡ് വീഡ് മാറ്റാണ്. പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വീഡ് മാറ്റ് ഒരിക്കലും 100% കളകൾ വരാതിരിക്കാനോ അല്ലെങ്കിൽ കളകളെ നശിപ്പിക്കാനോ ഉള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. ഒരു 90% കളകൾ വരാതെ നമ്മുടെ കോമ്പൗണ്ട് വൃത്തിയായിട്ടൊരു പരിധിവരെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനപ്പുറത്തേക്ക് വീഡ് മാറ്റിന് മറ്റൊരു അഡ്വാൻറ്റേജും ഇല്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, വീഡ് മാറ്റ് ചെയ്തതിന് ശേഷവും വളരെ റാൻഡം ആയിട്ടുള്ള കളകൾ നമ്മൾ കാണുകയാണെങ്കിൽ അത് മാനുവലി പറിച്ച് കളയുകയല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തന്നെ. പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരുപാട് പ്രൊജക്റ്റുകളിൽ ഈ വീഡ് മാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു രീതിയിലുള്ള കളകളും വരില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇതൊരു 100% സൊല്യൂഷൻ അല്ല എന്നുള്ളത്. എന്നിരുന്നാൽ പോലും വീഡ് മാറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷവും വരാൻ സാധ്യതയുള്ള കളകൾ വളരെ റെയർ ആയിരിക്കും എന്ന് മാത്രമല്ല, നമുക്ക് വളരെ ഈസിലി മാനേജബിളും ആയിരിക്കും. ഇനി പെബിൾസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ കടലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന പോണ്ടിച്ചേരി പെബിൾസ് എന്നറിയപ്പെടുന്ന ഈ മെറ്റീരിയൽ തന്നെയാണ്. ആക്ച്വലി ഈ പോണ്ടിച്ചേരി പെബിൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിവർ പെബിൾ അല്ല, മറിച്ച് മണ്ണിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യുന്ന പെബിൾ ആയതുകൊണ്ട് തന്നെ ഇത് വാഷ്ഡ് ആയിട്ടും അൺവാഷ്ഡ് ആയിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ പ്രൊജക്റ്റുകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വാഷ്ഡ് ആയിട്ടുള്ള പോണ്ടിച്ചേരി പെബിൾസ് തന്നെയാണ്. സോർട്ട് ചെയ്ത് വാഷ് ചെയ്ത് വരുന്ന പോണ്ടിച്ചേരി പെബിൾസിൽ മണ്ണൊട്ടും കലരാതെ തന്നെ നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. മാത്രമല്ല, വാഷ്ഡ് പോണ്ടിച്ചേരി പെബിൾസ് സോർട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എസ്തെറ്റിക് ക്വാളിറ്റി ഒന്ന് വേറെ തന്നെയാണ്. 7500 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 7 ദിവസങ്ങൾ കൊണ്ടാണ്. പോണ്ടിച്ചേരി പെബിൾസിൻ്റെ റെസ്റ്റ് ഏരിയാസിലെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് പേൾ ഗ്രാസ് ആണ്. പേൾ ഗ്രാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം.